നമസ്കാരം. ഏറെ ആരാധകരുള്ള പ്രിയ താരദമ്പതികളാണ് അജിത്തും ശാലിനിയും. ഇരുവരും മലയാളികളുടെ പ്രിയ താരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇരുവരുടെയും വിശേഷങ്ങൾ ആരാധകർ ഇരു കൈനീട്ടിയാണ് സ്വീകരിക്കുന്നത്. തെന്നിന്ത്യയിൽ തന്നെ ഏറെ ആഘോഷിക്കപ്പെടുന്ന താരജോഡികളാണ് അജിത് കുമാറും ശാലിനിയും. ഒട്ടുമിക്ക കവിതാക്കളും മാതൃകയാക്കുന്നതും ഇവരുടെ ദാമ്പത്യമാണ്. 24 വർഷത്തെ ദാമ്പത്യ ജീവിതമാണ് താരങ്ങളുടേത്. വിവാഹത്തിനു ശേഷവും എങ്ങനെ പ്രണയത്തിൽ തുടരാം എന്നതിനുള്ള ഉദാഹരണം കൂടിയാണ് അജിത് ശാലിനി ജോഡി. രണ്ടുപേരും സ്വകാര്യ ജീവിതത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ അഭിമുഖങ്ങൾ എന്നിവയിലൊന്നും ഈ ജോഡിയെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കില്ല. ഒരു വർഷം മുമ്പാണ് ശാലിനി ഇൻസ്റ്റാഗ്രാം ഒരു അക്കൗണ്ട് തുറന്നത്. ശേഷം അടുത്തിടെ എക്സിലും താരം അക്കൗണ്ട് തുറന്നു. എന്നിരുന്നാലും താരപത്നി അത്ര ആക്റ്റീവ് ഒന്നുമല്ല. വല്ലപ്പോഴും മക്കളുടെയോ കുടുംബ ചിത്രങ്ങളോ സഹോദരങ്ങളുടെ ചിത്രങ്ങളോ പങ്കുവയ്ക്കും, അത്രമാത്രം. എന്നാൽ പുതിയതായി താരം പങ്കുവച്ച പുതിയ ഫോട്ടോ ആരാധകർക്കിടയിൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. ആശുപത്രി കിടക്കയിലുള്ള ശാലിനിയെയും കൈകോർത്തു പിടിച്ച അജിത്തിനെയുമാണ് ഫോട്ടോയിൽ കാണുന്നത്. ആശുപത്രി കിടക്കയിൽ ഭർത്താവ് അജിത്തിന്റെ കൈ പിടിച്ച് തൂക്കി നിൽക്കുന്ന ശാലിനിയാണ് ചിത്രത്തിലുള്ളത്. എന്നേക്കും നിന്നെ സ്നേഹിക്കുന്നു എന്ന് തലക്കെട്ടും ചുവന്ന നിറത്തിലുള്ള ഹാർട്ടിന്റെ 3 ഇമോജികളുമാണ് ചിത്രത്തിന് ക്യാപ്ഷനായി ശാലിനി നൽകിയിരിക്കുന്നത്. ആശുപത്രിയിൽ നിന്നുള്ള ശാലിനിയുടെ ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടതോടെ താരപത്നിക്ക് എന്ത് പറ്റിയെന്ന ആശങ്കയിലായി ആരാധകർ. ഇതോടെ എന്തുപറ്റി ശാലിനിക്ക് എന്നാണ് ആരാധകർ തിരക്കുന്നത്. ശാലിനി മൈനർ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായി എന്നാണ് റിപ്പോർട്ട്. ചെന്നൈ ഹോസ്പിറ്റലിൽ നടന്ന ശസ്ത്രക്രിയ വിജയകരമായിരുന്നുവെന്ന് ശാലിനിയോട് അടുത്ത വൃത്തങ്ങൾ മാധ്യമങ്ങൾ പ്രതികരിച്ചു. നടിയുടെ അസുഖ വിവരങ്ങളെക്കുറിച്ച് അന്വേഷണമാണ് കമന്റുകളിലേറെയും. കഴിഞ്ഞ ദിവസമാണ് ശാലിനി ഒരു സർജറിക്ക് വിധേയയായത്. ചെന്നൈയിൽ തന്നെയുള്ള ഒരു ആശുപത്രിയിലാണ് നടിയുടെ സർജറി നടന്നത്. ശാലിനി ഓപ്പറേഷൻ ടേബിളിലായിരുന്നപ്പോൾ അജിത് അസർബൈജാനിൽ തന്റെ വരാനിരിക്കുന്ന ചിത്രമായി വിടാമുയർച്ചയുടെ ചിത്രീകരണത്തിനായിരുന്നു. എന്നിട്ടും ഷൂട്ടിംഗ് തിരക്കുകൾ മാറ്റിവെച്ച് അജിത് കുമാർ ഭാര്യയുടെ പരിചരണത്തിനായി ചെന്നൈയിലേക്ക് ഓടിയെത്തി. ശാലിനി സുഖം പ്രാപിക്കുന്നത് അനുസരിച്ച് സിനിമയുടെ ചിത്രീകരണത്തിനായി താരം വീണ്ടും അസർബൈജാനിലേക്ക് മടങ്ങിപ്പോയേക്കും. ശാലിനി ഷെയർ ചെയ്ത ഫോട്ടോയിൽ രോഗികൾ ധരിക്കുന്ന ഹോസ്പിറ്റൽ ഗൗൺ ധരിച്ച് അജിത് കുമാറിന്റെ കൈ പിടിച്ച് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയാണ് ശാലിനി. നടിയുടെ അസുഖ വിവരങ്ങൾ അന്വേഷിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ അത് വളരെ വ്യക്തിപരമാണ്, അതിനാൽ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതില്ല. പക്ഷേ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായി ശാലിനി ഇപ്പോൾ സുഖമായിരിക്കുന്നു. 1-2 ദിവസത്തിനുള്ളിൽ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക പ്രസ്താവന പുറത്തുവിടാൻ സാധ്യതയുണ്ടെന്നാണ് താരദമ്പതികളുമായി അടുപ്പമുള്ള വൃത്തങ്ങൾ അറിയിച്ചത്. ആശുപത്രിയിൽ നിന്നുള്ള കപ്പിൾ ഫോട്ടോ വൈറലായതോടെ മക്കളോടും ഭാര്യയോടുമുള്ള അജിത്തിന്റെ സ്നേഹത്തെ പ്രശംസിച്ചും കമന്റുകൾ വരുന്നുണ്ട്. 24 വർഷങ്ങൾക്ക് ശേഷവും കൈ ചേർത്ത് പിടിച്ച് ഇതുപോലെ ഇരിക്കാൻ സാധിക്കുമെന്നത് ചെറിയ കാര്യമല്ലെന്നാണ് കമന്റുകൾ. വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന ശാലിനി പൂർണ്ണമായും കുടുംബജീവിതം ആസ്വദിക്കുകയാണ്. മക്കളുടെ കാര്യങ്ങൾ അടക്കം ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്ന ശാലിനിയാണ്. പാഷനെ ഫോളോ ചെയ്യാനുള്ള പിന്തുണ ശാലിനി നൽകിയിട്ടുള്ളതുകൊണ്ടാണ് ഇപ്പോഴും കെട്ടുകളില്ലാതെ ഉലകം ചുറ്റാൻ അജിത്തിന്റെ സാധിക്കുന്നത്. ബൈക്കിൽ ഉലകം ചുറ്റാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെ വളരെ വിരളമായി മാത്രമാണ് അജിത്ത് ഇപ്പോൾ സിനിമകൾ ചെയ്യുന്നത്. അജിത്തിന്റെ യാത്രാവിശേഷങ്ങൾ ശാലിനിയാണ് സോഷ്യൽ മീഡിയ വഴി ആരാധകരെ അറിയിക്കാറുള്ളത്. തുരുവാണ് ഏറ്റവും അവസാനം റിലീസ് ചെയ്ത അജിത് കുമാർ സിനിമ. അജിത്തിനെ നായകനാക്കി മകിഴ് തിരുമേനി ഒരുക്കുന്ന ബിഗ് ബജറ്റ് മാസ് ആക്ഷൻ ചിത്രമായ വിടാമുയർച്ചയുടെ ഫസ്റ്റ് ലുക്ക് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിരുന്നു. മങ്കാത്ത എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകരെ ത്രസിപ്പിച്ച് അജിത് കുമാർ, അർജുൻ, തൃഷ കൂട്ടുകെട്ട് വീണ്ടും വെള്ളിത്തിരയെ ഒന്നിക്കുന്നതാണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയി വരുന്നത്.